Translation on the s-axis. Theorem. First translation theorem or first shifting theorem. If L of f of t equal to capital F of s and a is any real number, then L of e raised to at f of t equal to f of s minus a. അപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ തിയറം അല്ലെങ്കിൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആൻഡ് എ ഈസ് എനി റിയൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. എഫ് ഓഫ് എസിൽ നിന്നും അതെന്തിലേക്ക് മാറും? എഫ് ഓഫ് എസ് മൈനസ് എ ആയിട്ട് മാറും. ഓക്കെ, സോ എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ ദെൻ ഫോർ എനി റിയൽ നമ്പർ എക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്താവും? എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. ഇതിൻ്റെ പ്രൂഫ് നോക്കൂ. നമുക്കറിയാം ഡെഫിനിഷൻ പ്രകാരം ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി എന്താണ്? ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആണ്. അങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി ഡി ടി. അതവിടെ കൊടുത്തു, ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി ഡി ടി. സോ ദിസ് ഈസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ റേസ് ടു എ ടി. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് എസ് ടി പ്ലസ് എ ടി എന്നെഴുതാം. അപ്പോൾ അതിൽ നിന്നും മൈനസ് ടീനെ കോമണായി പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? മൈനസ് എസ് മൈനസ് എ ഇൻറ്റു ടി എന്ന് കിട്ടും, ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. ഇനി ഡെഫിനിഷൻ നോക്കൂ. ഈ ഡെഫിനിഷൻ നോക്കുമ്പോൾ ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി എന്താണ്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ഡി ടി ആണ്. അതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ എടുത്തത്? ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ ആണെന്ന് എഴുതാം. ഇവിടെ എസിൻ്റെ സ്ഥലത്ത് ഇവിടെ എന്ത് വരുന്നുണ്ട്? എസ് മൈനസ് എ ആണ്. സോ ഇത് ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എസ് മൈനസ് എ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് എ. If we consider s as a real variable, then the graph of f of s minus a is the graph of f of s shifted on the s-axis by the amount mod a. ഓക്കെ, നമ്മളിവിടെ എസ്സിനെ ഒരു റിയൽ വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എസ് മൈനസ് എയുടെ ഗ്രാഫ് എന്ന് നമുക്ക് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം? എഫ് ഓഫ് എസിൻ്റെ ഗ്രാഫിനെ നമ്മൾ എസ് ആക്സിസിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. മോഡ് എ എമൗണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് എഫ് ഓഫ് എസ് മൈനസ് എയുടെ ഗ്രാഫ്. അതായത് എഫ് ഓഫ് എസിൻ്റെ ഗ്രാഫ് നമ്മൾ വരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എസ് ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഓഫ് എസ് മൈനസ് എയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എസിൻ്റെ ഗ്രാഫിനെ എസ് ആക്സിസിൽ എന്താണ്? മോഡ് എ എമൗണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് എഫ് ഓഫ് എസ് മൈനസ് എയുടെ ഗ്രാഫ് എന്നാണ് പറയുന്നത്. ഈ ഫിഗറിൽ നോക്കൂ. ഇവിടെ എസ് ആക്സിസ് ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ടാണ് നമ്മൾ എസ് ആക്സിസ് എടുക്കുന്നത് ആൻഡ് വെർട്ടിക്കൽ ആക്സിസിൽ എഫ്. അങ്ങനെ ആകുമ്പോൾ എസ് ആക്സിസിൽ ഫസ്റ്റത്തെ ഗ്രാഫ് നോക്കൂ. എഫ് ഓഫ് എസിൻ്റെ ഗ്രാഫാണ് ഈ റെഡ് കളറിൽ വന്നിട്ടുള്ളത്. ദിസ് ഈസ് എഫ് ഓഫ് എസ്. ഇനി ഇവിടെ എസ് ആക്സിസിൽ മോഡ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എ എമൗണ്ട് ഒരു ഷിഫ്റ്റ് കൊടുത്തു. ദാറ്റ് ഈസ് ഈ പോയിൻ്റ് എ ആണെങ്കിൽ എസ്സിനെ നമ്മൾ എസ് ആക്സിസിൽ ഒരു ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡ് എ എമൗണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കിട്ടുന്ന ഗ്രാഫ് എന്താവും? ഇതായിരിക്കും ആ ഗ്രാഫ്. ഇതെന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? എഫ് ഓഫ് എസ് മൈനസ് എ. അതായത് ഈ ബ്ലൂ കളറിലുള്ളതാണ് എഫ് ഓഫ് എസ് മൈനസ് എയുടെ ഗ്രാഫ്. നെക്സ്റ്റ്, ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ദെൻ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എസ് ഈസ് ഷിഫ്റ്റഡ് എ യൂണിറ്റ്സ് ടു ദ റൈറ്റ്. നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എസ് മൈനസ് എയുടെ ഗ്രാഫ് വരയുമ്പോൾ എഫ് ഓഫ് എസിൻ്റെ ഗ്രാഫിനെ എസ് ആക്സിസിൽ മോഡ് എ എമൗണ്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എ പോസിറ്റീവ് ആകുമ്പോൾ ഈ ഷിഫ്റ്റിംഗ് എങ്ങനെ വരിക? എഫ് ഓഫ് എസിനെ എസ് ആക്സിസിൽ എന്താണ്? എ യൂണിറ്റ്സ് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എസിൻ്റെ ഗ്രാഫിനെ എ യൂണിറ്റ്സ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അതേപോലെ എ ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എസിൻ്റെ ഗ്രാഫിനെ എഫ് ഓഫ് എസ് മൈനസ് എയുടെ ഗ്രാഫ്
ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് എസ് ആക്സിസിൽ എ യൂണിറ്റ്സ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. എ ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എസിൻ്റെ ഗ്രാഫിന് എന്ത് ചെയ്യണം, എ യൂണിറ്റ്സ് ലെഫ്റ്റിലേക്കും എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എസിൻ്റെ ഗ്രാഫിന് എ യൂണിറ്റ്സ് ടു ദ റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എഫ് ഓഫ് എസ് മൈനസ് എയുടെ ഗ്രാഫ് കിട്ടുക. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്, ഇവാലുവേറ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എഫ് 5t ടി ക്യൂബ്. ഓക്കെ, ഇവിടെ എന്താണ് ഇ റേസ് ടു 5t ടി ക്യൂബിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണണം. നമുക്കറിയാം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്, ടി റേസ് ടു എന്നിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 ആണ്. സോ ടി ക്യൂബിൻ്റെത് 3 ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു 3 പ്ലസ് 1, ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു 4 ഈക്വൽ ടു 6 ബൈ എസ് റേസ് ടു 4. ഇനി നമുക്കറിയാം എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ, എൽ ഓഫ് എഫ് ഓഫ് ടി ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ എൽ ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്താണ്, എഫ് ഓഫ് എസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ എൽ ഓഫ് ടി ക്യൂബ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 6 ബൈ എസ് റേസ് ടു 4 ആണ്. അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് ഇ റേസ് ടു 5t ടി ക്യൂബ് ഈക്വൽ ടു, ഇതിന് നമ്മൾ എഫ് ഓഫ് എസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എൽ ഓഫ് ഇ റേസ് ടു 5t ടി ക്യൂബിന് നമുക്ക് എങ്ങനെ എഴുതാം, ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് മൈനസ് എ ആണെങ്കിൽ ഇവിടെ എന്താണ് എയുടെ സ്ഥലത്തുള്ളത് ഇ റേസ് ടു 5t ആണ്. സോ ഇതിന് എഫ് ഓഫ് എസ് മൈനസ് 5 എന്ന് എഴുതാം. ഇവിടെ എഫ് ഓഫ് എസ് എന്താണ്, എഫ് ഓഫ് എസ് ഈക്വൽ ടു 6 ബൈ എസ് റേസ് ടു 4 ആണ്. സോ അവിടെ എസിന് പകരം എസ് മൈനസ് 5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 6 ബൈ എസ് മൈനസ് 5 റേസ് ടു 4 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് 2t കോസ് 4t. ഓക്കെ, ഇപ്പോൾ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ലേഷൻ തിയറം ഉപയോഗിച്ചിട്ട്, ഫസ്റ്റ് ട്രാൻസ്ലേഷൻ തിയറം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെയും എൽ ഓഫ് എഫ് ഓഫ് ടി, ഇവിടുത്തെ നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ആയിട്ട് കോസ് 4t എടുത്തിട്ടുണ്ടെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താണ്, എൽ ഓഫ് കോസ് 4t. ലാപ്ലാസ് ഓഫ് കോസ് 4t, ലാപ്ലാസ് ഓഫ് കോസ് 8t എന്താണ്, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സോ ഇവിടെ കോസ് 4tൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, അതായത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16, വിച്ച് ഈസ് അതിന് നമ്മൾ എന്തായിട്ട് എടുത്തു, എഫ് ഓഫ് എസ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ എൽ ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്താണ്, എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. ഇവിടെ നമുക്ക് കണ്ട എന്താണ്, എൽ ഓഫ് ഇ റേസ് ടു മൈനസ് 2t കോസ് 4t ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ്, ഇവിടുത്തെ എ എന്താണ്, -2 ആണ്. സോ എസ് മൈനസ് -2, ദാറ്റ് ഈസ് എഫ് ഓഫ് എസ് പ്ലസ് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എസ് പ്ലസ് 2, എൽ ഓഫ് ഇ റേസ് ടു മൈനസ് 2t കോസ് 4t എന്താണ്, എഫ് ഓഫ് എസ് പ്ലസ് 2 ആണ്. നമ്മൾ എഫ് ഓഫ് എസ് എന്താണ്, എഫ് ഓഫ് എസ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16 ആണ്. സോ എഫ് ഓഫ് എസ് പ്ലസ് 2 എന്താണ്, ഇവിടെ എസ് ഉള്ള സ്ഥലത്ത് എസ് പ്ലസ് 2 കൊടുക്കുക, ഈക്വൽ ടു എന്താണ്, എസ് പ്ലസ് 2 ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 16. നെക്സ്റ്റ്, ഇൻവേഴ്സ് ഫോം ഓഫ് ഫസ്റ്റ് ട്രാൻസ്ലേഷൻ തിയറം. ഓക്കെ, ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി, ഫസ്റ്റ് ട്രാൻസ്ലേഷൻ തിയറത്തിൽ എന്താ പറയുന്നത്, ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്തായിരിക്കും, എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സിന് എങ്ങനെ പറയാം, ഇവിടെ നോക്കൂ, ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഇൻവേഴ്സ് എന്ന് പറയാം, എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ ഈക്വൽ ടു എന്താവും, ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി അല്ല. സോ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എനെ ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് എഴുതാം. ഇവിടെ എഫ് ഓഫ് ടി എന്താണ്, സ്മോൾ എഫ് ഓഫ് ടി ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ടി, സ്മോൾ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ്, എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആയിരിക്കും. ഇതാണ് ഇൻവേഴ്സ് ഫോം ഓഫ് ഫസ്റ്റ് ട്രാൻസ്ലേഷൻ തിയറം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം, ഇവാലുവേറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് 2s പ്ലസ് 5 ബൈ എസ് മൈനസ് 3 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഇതെടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണേണ്ട ആ ഫംഗ്ഷൻ എടുക്കുക, അതിനെന്ത് ചെയ്യുക, ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. സോ 2s പ്ലസ് 5 ബൈ എസ് മൈനസ് 3 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻസ് ഉപയോഗിച്ചിട്ട് ഇതിനെങ്ങനെ എഴുതാം, എ ബൈ എസ് മൈനസ് 3 പ്ലസ് ബി ബൈ എസ് മൈനസ് 3 ഹോൾ സ്ക്വയർ. ഇവിടെ എസ് മൈനസ് 3 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എ ബൈ എസ് മൈനസ് 3 പ്ലസ് ബി ബൈ എസ് മൈനസ് 3 ഹോൾ സ്ക്വയർ എന്നാണ് എഴുതാം. അങ്ങനെയാണ്
അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 2s + 5/s - 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു a ഇൻറ്റു s - 3 പ്ലസ് b/s - 3 ഹോൾ സ്ക്വയർ എന്നെഴുതാം. ഇവിടെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ന്യൂമറേറ്റേഴ്സിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2s + 5 ഈക്വൽ ടു a ഇൻറ്റു s - 3 പ്ലസ് b എന്ന് കിട്ടും. ഇനി എൻ്റെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എനെ എലിമിനേറ്റ് ചെയ്യാൻ മതി. സോ എനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ലെറ്റ് s is equal to 3. s equal to 3 കൊടുക്കുമ്പോൾ a ഇവിടെ 3 - 3 0 ആയി പോകും. സോ എ എന്താവും? എലിമിനേറ്റ് ചെയ്യപ്പെടും. സോ ഇവിടെ എന്താ ഉണ്ടാവുക? ഇനി ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 × 3 + 5 ഈക്വൽ ടു b, ദാറ്റ് ഈസ് b ഈക്വൽ ടു 11. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? എ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എസിൻ്റെ കോഎഫിഷ്യൻസ് ഈ ഇക്വേഷനിലെ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള എസിൻ്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്താൽ മതി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ വരുന്നത്? 2. സോ 2 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ വരുന്നത്? എ. 2 ഈക്വൽ ടു എ, ദാറ്റ് ഈസ് എ ഈക്വൽ ടു 2 എന്ന് കിട്ടി. സോ നമുക്ക് ബി ഈക്വൽ ടു 11 എന്നും എ ഈക്വൽ ടു 2 എന്നും കിട്ടി. നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. അതിന് നമ്മുടെ ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷൻ 1 വിൽ ബിക്കം 1 എന്താവും? 2s + 5/s - 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു a/s - 3. a എന്തായിരുന്നു? 2. സോ 2/s - 3 പ്ലസ് b എന്താണ്? 11/s - 3 ഹോൾ സ്ക്വയർ. നമുക്കിവിടെ L ഇൻവേഴ്സ് കാണേണ്ട ഫംഗ്ഷൻ ഇതായിരുന്നു. അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് 2s + 5/s - 3 ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ L ഇൻവേഴ്സ് കണ്ടാൽ മതി. ഇനി അവിടെ എഴുതുമ്പോൾ 2 കോൺസ്റ്റൻറ്റ് പുറത്തേക്കുമ്പോൾ 2 × L ഇൻവേഴ്സ് ഓഫ് 1/s - 3 പ്ലസ് 11 × L ഇൻവേഴ്സ് ഓഫ് 1/s - 3 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ നോക്കൂ. ഇതിൽ 2 L ഇൻവേഴ്സ് ഓഫ് 1/s - 3 1/s - 3 അതെന്ത് ഫോർമുല? 1/s - a. ഓക്കെ, അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് 1/s - a എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് e⁻at ആണ്. ഇവിടെ s - 3 ആണ്. അപ്പോൾ ഇവിടുത്തെ a എന്താണ്? ഈക്വൽ ടു 3 ആണ്. സോ 2 × L ഇൻവേഴ്സ് ഓഫ് 1/s - 3നെ e⁻3t എന്ന് എഴുതാം. പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 1/s - 3 ഹോൾ സ്ക്വയർ. ഇനി 1/s - 3 ഹോൾ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് കാണണം. ഇവിടെ നോക്കൂ, നമുക്കറിയാം L ഓഫ് t എന്താണ്? L ഓഫ് t ഈക്വൽ ടു 1/s² ആണ് അല്ലേ? അത് നമ്മൾ f(s) ആയിട്ട് എടുത്തു. ഇനി L ഓഫ് e⁻at f(t). ഇപ്പോൾ സപ്പോസ് L ഓഫ് f(t) ക്യാപിറ്റൽ f(s) ആണെങ്കിൽ L ഓഫ് e⁻at f(t) എന്താവും? f(s - a) ആയിരിക്കും അല്ലേ? സോ ഇവിടെ നമ്മളുടെ f(s) എന്താണ്? 1/s² ആണ്. സോ L ഓഫ് e⁻at f(t) ഇവിടുത്തെ കേസിൽ എന്താ വരിക? 1/s - a ഹോൾ സ്ക്വയർ ആണ് വരിക അല്ലേ? ഇനി L ഓഫ് e⁻at f(t) ഈസ് f(s - a) ആണ്. ആൻഡ് f(s) ഇവിടെ എന്തായിരുന്നു? 1/s² ആയിരുന്നു. അപ്പോൾ അതിനെ 1/s - a ദ ഹോൾ സ്ക്വയർ എന്നെഴുതാം. ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്? L ഇൻവേഴ്സ് ഓഫ് 1/s - 3 ഹോൾ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 1/s - a ദ ഹോൾ സ്ക്വയറിൻ്റെത് e⁻at f(t) ആണ്. സോ 1/s - 3 ഹോൾ സ്ക്വയർ, ഇവിടെ a എന്താണ്? 3 ആണ്. ഈക്വൽ ടു എന്ത് എഴുതണം? e⁻aയുടെ സ്ഥലത്ത് ഇവിടെ എന്താണ്? 3 ആണ്. സോ e⁻3t വരും. ആൻഡ് ദ ഫംഗ്ഷൻ f(t) എന്താണ് ഇവിടെ? f(t) ഈസ് t. സോ e⁻3t × t ആണ് L ഇൻവേഴ്സ് ഓഫ് 1/s - 3 ഹോൾ സ്ക്വയർ വരിക. സോ നമ്മൾ രണ്ട് ആൻസറും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ L ഇൻവേഴ്സ് ഓഫ് 2s + 5/s - 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 e⁻3t പ്ലസ് 11 × e⁻3t × t. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ L ഇൻവേഴ്സ് ഓഫ് s/2 പ്ലസ് 5/3/s² പ്ലസ് 4s പ്ലസ് 6. ഓക്കെ, ഇവിടെ വീണ്ടും L ഇൻവേഴ്സ് കാണേണ്ട ഫംഗ്ഷൻ അതാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. സോ s/2 പ്ലസ് 5/3/s² പ്ലസ് 4s പ്ലസ് 6 ഈക്വൽ ടു s/2 പ്ലസ് 5/3 ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ s² പ്ലസ് 4s എന്നിട്ട് ഇവിടെ എസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 4 അല്ലേ? സോ 4/2 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2 കിട്ടും ഇവിടെ. എന്നിട്ട് ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നത്? 2². ഓക്കെ, ഇതിൻ്റെ എസിൻ്റെ കോഎഫിഷ്യൻ്റ് 4 എടുത്തു, അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്തു. സോ 2 എന്ന് കിട്ടി. ഇനി ആ 2ൻ്റെ സ്ക്വയറിനെ 2² ആഡ് ചെയ്യുക ആൻഡ് 2² കുറയ്ക്കുക. ദാറ്റ് ഈസ് 4 ആഡ് ചെയ്തു, 4 കുറച്ചു, പ്ലസ് 6.
ഇവിടെ ഓൾറെഡി ഉള്ള 6. ഓക്കെ, ഇങ്ങനെ എഴുതുക. ഇതിന് നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്നാണ് പറയുക. ഓക്കെ, ഇനി എന്തിൽ നോക്കുക? അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്തായി? എസ് സ്ക്വയർ പ്ലസ് 4s+4 ഇതിനെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? s+2 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ അവിടെ ഞാൻ s+2 ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ബാക്കി എന്താണുള്ളത്? -4 + 6 ആണ്, അതായത് +2. ഓക്കെ, സോ s/2 + 5/3 s+2 ഹോൾ സ്ക്വയർ +2 എന്നെഴുതാം. ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കുകയാണ് ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ വേണ്ടിയിട്ട്. സോ s/2 + 5/3, അവിടെ 5/3നെ 1 + 2/3 എന്നെഴുതി, ബൈ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ വെച്ചു. ഇനി ഇതിൽ s/2 + 1/2 ഉണ്ടല്ലോ, അവിടെ നിന്നും 1/2നെ കോമൺ ആയിട്ട് എടുക്കുക. സോ s/2 + 1/2 3/3നെ അതേപോലെ തന്നെ അവിടെ വെച്ചു. അവിടെ നിന്ന് 1/2 എടുക്കുമ്പോൾ ഇവിടെ എന്തുണ്ടാവുക? s ഉണ്ടാവും. 1ൽ നിന്ന് 1/2 എടുത്തു, 1/1/2, അതായത് അവിടെ ബാക്കി ഉണ്ടാവുക 2 ആണ്, പ്ലസ് 2/3 അതേപോലെ തന്നെ വെച്ചു. ഡിനോമിനേറ്ററും അതേപോലെ തന്നെ വെച്ചു. ഓക്കെ, സോ ഇവിടെ എന്ത് കിട്ടി? 1/2 × s+2 + 2/3 s+2 ഹോൾ സ്ക്വയർ +2. ഇനി ന്യൂമറേറ്ററിന് എന്ത് ചെയ്യുക? 2 ടേംസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സോ 1/2 × s+2 s+2 ഹോൾ സ്ക്വയർ +2 ആൻഡ് ബാക്കി എന്തുള്ളത്? 2/3 × 1/s² + 2 ഹോൾ സ്ക്വയർ s+2 ഹോൾ സ്ക്വയർ +2 എന്നാണ്. സോ L ഇൻവേഴ്സ് ഓഫ് s/2 + 5/3 s² + 4s + 6നെ എങ്ങനെ എഴുതാം? ഇനി ഇതിൻ്റെ L ഇൻവേഴ്സ്, ഈ കംപ്ലീറ്റ് ടേമിൻ്റെ L ഇൻവേഴ്സ് കണ്ടാൽ മതി. സോ അതിന് നമുക്ക് 1/2 × L ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം plus 2/3 × L inverse of this term, that is 1/s+2 whole square +2 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതിൽ ഫസ്റ്റ് ഇതിൽ s+2 s+2 +2 അത് അങ്ങനെ തന്നെ വെച്ചു. ഇനി സെക്കൻഡ് ടേമിൽ അതിനെന്ത് ചെയ്തു? ഒരു √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്തു. √2 മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി നോക്കൂ, ഇതിൻ്റെ L ഇൻവേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? അപ്പോൾ ഇത് എന്തിൻ്റെ ഫോർമുല കിടക്കുന്നത്? ലാപ്ലാസ് ഓഫ് cos AT. cos ATൻ്റെ ലാപ്ലാസ് എന്താ? s/s² + a² അല്ലേ? ഇവിടെ സ്ക്വയർ ഉണ്ട് കേട്ടോ. s+2 ഹോൾ സ്ക്വയർ +2 ആണ്. സോ ഇത് എന്ത് ഫോർമുലയാണ്? s/s² + a² എന്നുള്ള ഫോർമുലയാണ്. ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് cos AT. അപ്പോൾ ഇതിന് നമ്മൾ f(s) എടുത്തു. അങ്ങനെയാണെങ്കിൽ L(e)(at) cos AT എന്താ വരിക? ഇവിടെ f(s - a) ആവും അല്ലേ? അപ്പോൾ f(s - a) ഇതിൽ നോക്കിയാൽ എന്താണ്? s-a/s - a ഹോൾ സ്ക്വയർ + a² എന്ന് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് എന്തെഴുതാം? L ഇൻവേഴ്സ് ഓഫ് s - a/s - a ദ ഹോൾ സ്ക്വയർ + a²നെ e⁻at cos AT എന്ന് എഴുതാം. നമുക്ക് എന്തിൻ്റെ കാണേണ്ടത്? L ഇൻവേഴ്സ് ഓഫ് s+2 s+2 ഹോൾ സ്ക്വയർ +2 ആണ്. ദാറ്റ് ഈസ് L ഇൻവേഴ്സ് ഓഫ്, നമുക്ക് ഈ ഫോമിലേക്ക് എഴുതണം അല്ലേ? അപ്പോൾ സോ s+2 മുകളിലൊക്കെയാണ് s+2 ഹോൾ സ്ക്വയർ +a² എന്നുള്ള ഫോമിൽ വേണം. സോ അതിനെ √2 ഹോൾ സ്ക്വയർ എന്നെഴുതി. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ഫോമിലാണ്? e⁻at × cos AT എന്നുള്ള ഫോമിലാണ്. ഇവിടെ a എന്താണ്? e⁻at നോക്കൂ, ഇവിടെ s - a ആണെങ്കിലാണ്. അപ്പോൾ ഇവിടെ എന്താണ്? s - 2 എന്നുള്ള ഫോമിലാണ്. സോ e⁻at അവിടുത്തെ a എന്താണ്? -2 ആണ്. e⁻−2t cos AT എന്താണ്? SEA അല്ലേ? +a² എന്ന് വരുന്ന ആ a ആണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട്? √2 ആണ്. സോ cos √2 × t. സോ L ഇൻവേഴ്സ് ഓഫ് s+2 s+2 ഹോൾ സ്ക്വയർ +2നെ e⁻−2t cos √2 × t എന്നെഴുതാം. നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് L ഇൻവേഴ്സ് ഓഫ് √2 s+2 ദ ഹോൾ സ്ക്വയർ +2 ആണ്. ഓക്കെ, അപ്പോൾ അതെന്ത് ഫോമിലാണ്? ലാപ്ലാസ് ഓഫ് sin AT നോക്കൂ. L ഓഫ് sin AT എന്താണ്? a/s² + a² ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് L ഇൻവേഴ്സ് ഓഫ് a/s² + a²നെ sin AT എന്നെഴുതാം. ഓക്കെ, സോ L ഇൻവേഴ്സ് ഓഫ് a/s - a ഹോൾ സ്ക്വയർ + a² എന്താണ്? e⁻at sin AT ആണ്. ഇവിടെ നമുക്ക് എന്താ കണ്ടത്? L ഇൻവേഴ്സ് ഓഫ് √2 s+2 ദ ഹോൾ സ്ക്വയർ +2 അല്ലേ? then നമുക്ക് എങ്ങനെ എഴുതാം? L ഇൻവേഴ്സ് ഓഫ് √2 s+2 ഹോൾ സ്ക്വയർ +√2 ഹോൾ സ്ക്വയർ എന്നെഴുതാം. അതായത് ഇതെന്ത് ഫോമിലാണ് കിടക്കുന്നത്? ഈ ഫോമിലാണ് കിടക്കുന്നത്. ഇവിടെ a ഇതെന്താണ്? √2 ആണ്. ഇവിടുത്തെ a എന്താണ്? s - a എന്നുള്ള ഫോമിൽ കിടക്കുമ്പോൾ s - a ആണ്. സോ e⁻at അവിടുത്തെ a എന്താണ്? -2 ആണ്. e⁻−2t
സൈൻ എ ടി വരുമ്പോൾ ഇവിടെയുള്ള എ എന്താണ് √2 ആണ്. സോ സൈൻ √2 ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് വാല്യൂസും ഇനി ആ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ L ഇൻവേഴ്സ് ഓഫ് S/2 + 5/3/S² + 4S + 6 = നമുക്ക് ആൻസർ എന്താ കിട്ടുക? 1/2 e⁻²t cos √2t + √2/3 e⁻²t sin √2t.